ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ആവോലി പൊള്ളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മീൻ കഴുകി വൃത്തിയാക്കി നല്ലോണം വരിഞ്ഞ് അതിൽ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ, എന്നാലും ഞാൻ ചെയ്തത് പറയണേ. അതിട്ടൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം ചെറിയ ഉള്ളി ഒരു 1/4 കിലോ, ഒരു മീൻ തന്നെ ഒരു 1/4 കിലോ അധികം ചെറിയ ഉള്ളി വേണ്ടി വരും. ഏറ്റവും കൂടുതൽ ചെറിയ ഉള്ളി കേട്ടോ വേണ്ടിയത്. ചെറിയ ഉള്ളി എടുത്ത് അത് എണ്ണയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് എന്നിട്ട് ചെറിയ ഉള്ളി നല്ല ചെറുതാക്കി അരിയണം കേട്ടോ. അതും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തക്കാളി എല്ലാം ഇട്ട് നല്ലോണം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നല്ലോണം ഫ്രൈ ആക്കി എടുക്കണേ. അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇത് നല്ലോണം ഫ്രൈ ആയ ശേഷം നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ. കുറേ ആൾക്കാരൊന്നും കമൻറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാട്ടോ. നമ്മളെല്ലാവർക്കും ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ എനിക്കെപ്പോഴും ചെയ്യലുണ്ട് കേട്ടോ. അവർക്കെല്ലാം താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതിയത് കാണുന്നവരൊന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇലയിൽ ആദ്യം കുറച്ച് മസാല വെച്ച് അതിലേക്ക് മീൻ വയ്ക്കുക. അതിലേക്ക് മീൻ വെച്ച് ഡീപ് ഫ്രൈ ചെയ്ത മീൻ വെച്ച് അതിൻ്റെ മുകളിലേക്കും നല്ലോണം ഈ മസാല നല്ലോണം പിടിപ്പിക്കണം കേട്ടോ. വീഡിയോ എടുത്ത് ശരിയായിട്ടില്ല, ക്ഷമിക്കുക. അപ്പോൾ എന്നാലും ഇതൊന്ന് കാണിക്കണം, ഞാൻ ചെയ്തപ്പോൾ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ഇതിലെടുത്തതാണ്. ഇത് ഞാൻ ചെയ്തതല്ല, എൻ്റെ മോള് ചെയ്തതാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവളാണിത് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നല്ലോണം മസാലയൊക്കെ തേച്ച് ഇതേപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഇലയിൽ നമ്മൾക്ക് നല്ലോണം കെട്ടിയിട്ട് നമുക്കതിനെ ഇനി അധികം എല്ലാം മസാലയൊക്കെ വന്നതല്ലേ, നമുക്ക് ഇനി അതിനൊന്ന് ഒരു തവയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഇലയൊക്കെ ഇതേപോലെ ആകുന്നവരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം തുറന്നാലുണ്ടാവും ഒരു മണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക.